CPM ഇവിടെ തകർന്ന് അടിഞ്ഞിരിക്കുന്നു. അതിന് എഴുന്നേറ്റ് നിൽക്കാനാവാത്ത വിധം കെൽപ്പ് പോയിരിക്കുന്നു. അതിൻ്റെ അടിത്തറയൊക്കെ പോയിരിക്കുന്നു. ഇതേപ്പറ്റി നിങ്ങൾ എന്തുകൊണ്ടാണ് ജി സുധാകരൻ എന്തുകൊണ്ട് പാർട്ടി ഇവർ കാരണമാണ് ഇതുപോലുള്ള പൊളിറ്റിക്കൽ ക്രിമിനൽസ് പാർട്ടിയിൽ നേതൃത്വത്തിൽ വന്നതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് വെച്ചത്. H. സലാം, സജി ചെറിയാൻ, പിന്നെന്താ ഒരു അനസലിനുണ്ട് ഹരിപ്പാട്, ഇവിടെ ഒരു വിഷ്ണു, ഇവിടെ മയക്കുമരുന്ന് കടത്തിയ ഒരു ഷാനവാസ്, ഇവരെല്ലാം CPMൻ്റെ പ്രതിനിധികളായി വന്നപ്പോൾ ഞങ്ങൾ വന്ന CPM അല്ല, ഞങ്ങളൊന്നും ചേർന്ന CPM അല്ല. ഇത് CPM അല്ല, പേര് മാത്രമേ ഉള്ളൂ. കമ്മ്യൂണിസം ഒന്നുമില്ല. ഇത് കഞ്ചാവ് കച്ചവടക്കാരുടെയും മറ്റുള്ള ആൾക്കാരുടെയും അഴിമതിക്കാരുടെയും ഒരു പാർട്ടിയായി അതിൻ്റെ മേളിൽ പാവപ്പെട്ട ഈ നാസർ കയറിയിരിക്കുകയാണ്. ഇപ്പം അദ്ദേഹം തുടങ്ങിയിരിക്കുകയാണ് എന്നെ കൈകാര്യം ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ആരെങ്കിലും കൈകാര്യം ചെയ്താൽ ഞങ്ങൾ ഉത്തരവാദിയല്ല. അയ്യോ, ഇതെന്താ ഏകാധിപത്യം? ഇവിടെ എല്ലാ സീറ്റിലും ഭൂരിപക്ഷം തോറ്റ ഒരാൾ പറയുകയാണ് ഞാൻ അവരുടെ കൂടെയാണ്. പിന്നെ ജനം എൻ്റെ കൂടെ 78,000 പേരാണ് എനിക്ക് അധികം വോട്ട് ചെയ്തത്. 75,000 വോട്ട് കിട്ടി. ആ 75,000 ജനങ്ങൾ ഇപ്പോൾ ഇലക്ഷൻ നടന്നാൽ എനിക്ക് 80,000 കിട്ടും. വേണോ? ഈ ജില്ലയിലെ എല്ലാവരും രാജിവെക്കുകയാണെങ്കിൽ ഞാനും രാജിവെക്കാം. വീണ്ടും ഇലക്ഷൻ നടക്കട്ടെ. ഒറ്റ സീറ്റ് കിട്ടൂല. അതുകൊണ്ട് സ്വന്തം പ്രസ്ഥാനത്തെ കുഴിയിലിറക്കാതെ സൂക്ഷിക്കുക. എന്നെപ്പോലുള്ളവർ നൽകിയ സംഭാവനകളൊക്കെ ജനങ്ങൾ മാന്യമായി ഓർക്കുകയാണ്. അസഭ്യം പറഞ്ഞു. എൻ്റെ മകൻ്റെ വരുമാനം ഞാൻ വരുമാനത്തിൽ കൂട്ടി സർക്കാരിന് കൊടുത്തില്ല. ആരെ ഈ MLA പറയുകയാണ്, മുൻ MLA പറയുകയാണ്. അയാൾക്ക് എന്തറിയാം? കുടുംബം എന്ന് പറഞ്ഞാൽ അവൻ വിവാഹം കഴിച്ച് മാറി. അയാൾ എൻ്റെ ഡിപ്പെൻഡൻ്റ് അല്ല. ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ കൊടുത്താൽ മതി. ഇതുപോലും അറിയാൻ വയ്യാത്ത ആളെയാണ് നമ്മൾ MLA ആക്കിയത്. എനിക്ക് എൻ്റെ ഡിപ്പെൻഡൻ്റ് അല്ല, അവന് ഗൾഫിൽ ജോലിയാണ്, അവൻ്റെ ഭാര്യ എവിടെയാണ്. അയാളുടെ ശമ്പളം ഞാനെന്തിനാണ് കൂട്ടുന്നത്? ഞാൻ ആ ശമ്പളം അതിന് ഫാമിലിയുണ്ട്, ആ ഫാമിലി ആയിപ്പോൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻഡൻ്റ് അല്ല. എത്രയോ വർഷമായി ഞങ്ങളുടെ സർക്കാരിനും അത് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ട് ആരെങ്കിലും ചോദ്യം ചെയ്യാത്ത കാര്യം വിവരം കേട്ട ഈ മുൻ MLA പറയുകയല്ലേ. വല്ലതും പഠിച്ചിട്ടാണോ പറയുന്നത്? ചുമ്മാ ഓരോന്ന് പറയുകയാണ്. പിന്നെ അത് പറയും, ഇത് പറയും, മറ്റത് പറയും, മറിച്ച് പറയുന്നത് വ്യക്തിപരമായ കാര്യങ്ങളോ. വ്യക്തിപരമായ കാര്യങ്ങൾ അനാവശ്യമായി പറഞ്ഞാൽ അത് ഏറ്റവും വലിയ കുറ്റമാണ്. അറിയാമോ? അത് ചെറിയ കുറ്റമല്ല. അതൊക്കെ എല്ലാവർക്കും പ്രൊട്ടക്ഷൻ. ഇതൊന്നും അറിയാതെ ഇവർ പരിശോധന കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണ്. നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, ഞാൻ അങ്ങോട്ട് പറഞ്ഞതല്ല. ഇതൊന്നും നടക്കാൻ പോകുന്നല്ലേ. ഇവരുടെ ഉള്ള സീറ്റും പോവും, ഉള്ള കഴിവും പോവും. CPM ഇവിടെ ഒരു സാധാരണ പാർട്ടിയായി അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പവർ പോയി. ഉള്ളത് പൊളിറ്റിക്കൽ ക്രിമിനൽസാണ് നേതൃത്വത്തിൽ മൊത്തം. ചിന്തകന്മാരോ ഗവേഷകന്മാരോ കവികളോ എഴുത്തുകാരോ ആരെങ്കിലും ഉണ്ടോ? പറ. നല്ല പ്രസംഗകരുണ്ടോ? ഒരു അരമണിക്കൂർ ഒരു സദസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരൊറ്റ പ്രസംഗത്തിൻ്റെ പേര് പറ. അവർക്കൊന്നും അറിയില്ല. അങ്ങനെയല്ലേ ഞങ്ങൾ ഈ പാർട്ടിയെ വളർത്തിക്കൊണ്ട് വന്നത്? അല്ലേ? അവരെന്തിനാണ് എന്നെയും ഒക്കെ ആക്ഷേപിക്കുന്നത്? എൻ്റെ മകൻ ഇവിടെ ഞാൻ സർക്കാർ സ്വാധീനിച്ച് ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഹൈലി ക്വാളിഫൈഡ് ആണ് അവൻ വെളിയിൽ പോയി ജോലി കിട്ടി. യൂസഫലിയുടെ കമ്പനി ജോലി കിട്ടി. സുഖമായിട്ട് അവൻ ജോലി ചെയ്യുന്നു. അവിടെ അവന് നല്ല ശമ്പളമുണ്ട്. ഞങ്ങളുടെ ഭാഗമല്ല ശമ്പളം. അവന് ഭാര്യയുണ്ട്, കുടുംബമുണ്ട്. ഡിപ്പെൻഡൻ്റ് അല്ല. ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ നമ്മളത് കൊടുക്കണം. ഉദാഹരണം, ഒരു മകൻ വീട്ടിൽ കല്യാണം കഴിച്ചിട്ടില്ല. അയാളുടെ ഡിപ്പെൻഡൻ്റ് ശമ്പളമാണെങ്കിൽ ആ ശമ്പളം നമ്മുടെ ഇതിൽ വരും. പക്ഷെ നിങ്ങളാരും അത് പറയുന്നല്ലോ. എന്താ ഇത്തരം കാര്യങ്ങൾ ഗവേഷണം നിങ്ങൾ പറയണ്ടേ? സത്യത്തിന് നീതിക്കും വേണ്ടി നിൽക്കണ്ടേ? നിങ്ങളുടെ മാധ്യമങ്ങളത് ചെയ്യുന്നില്ല.